യോഗി എന്നും ബി.ജെ.പിക്ക് ഭാരതത്തിന് ഒരു വാഗ്ദാനമാണ്, മുതൽക്കൂട്ട് തന്നെയാണ്. അതിൽ ആർക്കും പ്രത്യേകിച്ച് ഒരു തർക്കവും കാണില്ല. എതിരാളികൾക്കും ഈ സന്യാസിയെ ഭയം തന്നെയാണ് എന്നതാണ് സത്യം. കടുത്ത ധീരമായ നിലപാട് എടുക്കുന്നതിൽ യോഗി എന്നും മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ ഉത്തർപ്രദേശിന്റെ ഭാഗത്ത് പോലും പോകാൻ യോഗി ഉള്ളപ്പോൾ മടിക്കും. കാരണം യോഗിയുടെ ഭരണകാലം എന്നത് കോൺഗ്രസ് ഭരിക്കുന്നത് പോലെ ഒരിക്കലുമല്ല. ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും പാരമ്പര്യം മാത്രമേ ഇന്ത്യയിൽ നിലനിൽക്കൂ എന്ന് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാബറുടെയും ഔറംഗസേബിന്റെയും പൗത്രകത്തിന് മങ്ങലേൽക്കുമെന്നും യോഗി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ധീരമായ ഒരുപാട് നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളവും യോഗി കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പ് മുന്നേ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ദേശീയ നേതാക്കൾക്കും ക്ഷണക്കത്ത് കഴിഞ്ഞ ദിവസം യോഗി നൽകിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, യോഗിയുടെ ബുൾഡോസർ ഇക്കുറി പോയത് അനധികൃത കെട്ടിടം തകർക്കാനോ കുറ്റവാളികളുടെ വീട് തകർക്കാനോ അല്ല. പകരം 40 വർഷം അടച്ചിട്ടിരുന്ന ഒരു ജൈന ക്ഷേത്രത്തിന്റെ വാതിലിന് മുൻപിൽ ഉണ്ടായിരുന്ന മണ്ണും കട്ടകളും നീക്കം ചെയ്യാനാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ 40 വർഷമായി അടഞ്ഞു കിടന്നിരുന്ന ജൈന ക്ഷേത്രമാണ് ഇപ്പോൾ തുറക്കുന്നത്. വഖഫിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടിൽ ഇത് ഏതൊരു ദേശസ്നേഹിയും സന്തോഷിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥൻ പ്രദീപ് കുമാർ ജെയിനും സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു. പ്രദീപ് കുമാർ ജെയിനിന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് മൊറാദാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് തന്നെയാണ് ഇവിടം പരിശോധിച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ SDM വിനയ് കുമാറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതനുസരിച്ചാണ് കല്ലും മണ്ണും മൂടിക്കിടക്കുന്ന പ്രദേശത്ത് ജൈന ക്ഷേത്രമാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. യോഗിയുടെ നേട്ടങ്ങളിൽ ഇതും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ 50 വർഷമായി ഈ നിലയിലാണ് ഈ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത് എന്ന് ഗ്രാമപ്രധാൻ നസാഖത്ത് അലി പറയുകയാണ്. മൊറാദാബാദിലെ രത്നപൂർ ഖാല ഗ്രാമത്തിലാണ് ഈ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത്. ഇവിടെ 70% മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ക്ഷേത്രം തുറക്കുന്നതിന് മുസ്ലിം സമുദായത്തിൽ നിന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല എന്നത് മാത്രമല്ല, അവരും സഹകരിക്കുകയാണ്. മാധ്യമങ്ങളാണ് ഇവിടെ തകർന്ന നിലയിൽ മണ്ണ് മൂടി കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതെന്നുള്ള വാർത്ത നൽകിയത്. കഴിഞ്ഞ 4-5 ദശകമായി മണ്ണ് മൂടി കിടക്കുകയായിരുന്നു ഈ ക്ഷേത്രം. ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഇവിടുത്തെ മണ്ണ് നീക്കി പ്രദേശം വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചത് എന്നും ബിലാരിയ SDM വിനയ് കുമാർ പറയുന്നുണ്ട്. യോഗിയുടെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ, പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിയവരാണ് നമ്മൾ. മനസ്സും ശരീരവും അർപ്പണം ചെയ്തുകൊണ്ട് ഒരു പുതു സൂര്യോദയത്തിനായി നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ആകാശവും താണ്ടി പോകേണ്ടതുണ്ട് നവഭാരത നിർമ്മിതിക്ക് വേണ്ടി. പരം വൈഭവം നേതുമേത് സ്വരാഷ്ട്രം.